അസ്സലാമലൈക്കും. എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ കൂട്ടുകാരെ. അപ്പം നമുക്കില്ലേ ഇന്ന് അടിപൊളി ഒരു പായസം ഉണ്ടാക്കണം. അപ്പം നിങ്ങളൊന്ന് കാപ്പാട് കിച്ചണിലേക്ക് ഓടി വന്നോളി കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി പായസമാണ് കേട്ടോ. അതായത് വടകര ഷാഫി പായസം. ആരെങ്കിലും ഇതുവരെ കുടിച്ചിട്ടുണ്ടോ വടകര പായസം? അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നിങ്ങളും കൂടെ ഒന്ന് കണ്ടോളി. ഇതാ വേഗം വന്നോളി. പെരുന്നാളിന് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കി കേട്ടോ. ഒരു വെറൈറ്റിയാണ്. ഞാൻ തന്നെ ഇതുവരെ കാണാത്തൊരു പായസമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പഴം പുഴുങ്ങി ആവിയിൽ വേവിച്ചെടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളിപ്പോൾ ഇത് കാണുമ്പം വിചാരിക്കും ഉന്നക്കായാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അല്ല കേട്ടോ, ഫുള്ളായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതൊരു വെറൈറ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. എന്നിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇതാ ഞാൻ ഉരുട്ടിക്കൊണ്ട് നിൽക്കുന്ന ഉന്നക്കായിൻ്റെ മോഡലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഉന്നക്കായാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അല്ല കേട്ടോ, നിങ്ങൾക്ക് തെറ്റിപ്പോവും. കണ്ടാ നമ്മൾ ഉണ്ടാക്കുന്ന കണ്ടില്ലേ, എന്ത് രസമാണെന്നറിയോ. ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും കുടിക്കും നമ്മൾ. പെരുന്നാളല്ലെങ്കിലും നമ്മളിത് ഉണ്ടാക്കും കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കേണ്ടി വരും. അത്രയും ടേസ്റ്റുള്ളൊരു പായസമാണ്. അപ്പോൾ എല്ലാവരും വന്നോളി, പായസം കുറച്ച് കുടിച്ചിട്ട് പോയിക്കോളി. ഇതിപ്പോൾ ഞാനിതാ തേങ്ങാപ്പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 തേങ്ങേൻ്റെ പാലെടുത്തിട്ടുണ്ട്. ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. 2ാം പാലിലാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നിട്ട് അതിൽ കുറച്ച് നമുക്കൊരു 2-3 സ്പൂണ് അരിപ്പൊടി കലക്കിയിട്ട് ഇത് ഒഴിച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ട് ഏലക്കായ ഇട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ, സീറ പോലെ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സീറ ഒന്ന് കുറുകി കഴിയുമ്പോൾ നമുക്ക് ഈ ഉന്നക്കായ് പോലെ നമ്മൾ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതും കൂടെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് 1ാം പാൽ ചേർത്തിട്ട് അങ്ങ് മാറ്റി വെക്കാം. അത്രയേ ഉള്ളൂ കൂട്ടുകാരെ. തൂമിക്കുകയും വറവാക്കുകയും ഒന്നും വേണ്ട, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നമ്മൾ വടകര ഷാഫി പായസം കുടിക്കാൻ എല്ലാവരും വന്നോളി. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് ഒന്ന് കാപ്പാടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. ഓക്കെ, ബൈ ബൈ.